Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. പൊതുവെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു മൂന്ന് സ്റ്റോക്കുകളൊക്കെ എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ് ഒരു വീക്കിലേക്കുള്ളത്. പക്ഷെ ഇന്നലെ അത് ചെയ്യാനുള്ള ടൈം സെറ്റായില്ല, നമ്മളത് കുറച്ച് തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്കും അതുപോലെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപിൻ്റെ ചാർട്ടുകളും അനലൈസ് ചെയ്യാം. നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നമുക്ക് നല്ലൊരു ക്ലോസിംഗ് ആണ് തന്നത്. ഏകദേശം ഒരു 24,430 എന്ന രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം ഒരു 0.5% മൂവ്മെൻറ്റ്, 160 പോയിൻ്റ് ഒരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി നമുക്ക് കിട്ടിയത്. നിഫ്റ്റിയുടെ അപ്പോൾ നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. പറഞ്ഞിട്ട് ഒരുപാട് നാൾ ഈ ഒരു ബ്ലൂ ലൈൻ എന്നുള്ളത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആവുന്നുള്ളത്. പക്ഷേ ഏകദേശം ആ റേഞ്ചിലോട്ട് നിഫ്റ്റി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിങ് വരാൻ സാധ്യത ഉണ്ട്. സെല്ലിങ് വന്ന് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വന്നിട്ട് മേലോട്ട് പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ച് നമുക്ക് സപ്പോർട്ടായിട്ട് 24,200 റേഞ്ചും അതുപോലെ രണ്ടാം സപ്പോർട്ടായിട്ട് 23,750 റേഞ്ചാണ് ഇപ്പോൾ അടുത്തുള്ള രണ്ട് സപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് വന്ന ഈ ഒരു ബ്ലൂ ലൈനാണ്. ആ റേഞ്ചും കൂടി നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ആ റേഞ്ചൊക്കെ ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നു നിഫ്റ്റി നമ്മുടെ സ്മോൾ ക്യാപ്പിനേക്കാളും കുറച്ച് വീക്കാണെന്നുള്ളത്. അതിപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ ഏകദേശം 19,300 റേഞ്ചിലാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഓൾ ടൈം ഹൈനോട് അടുത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത്. ഇപ്പോൾ ആ റേഞ്ചാണ് തന്നെ ഇന്ന് നല്ലൊരു ക്ലോസിങ് കിട്ടി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വോളിയം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്ലോസിങ് നമുക്ക് ആ റേഞ്ച് റെസിസ്റ്റൻസ് ഏരിയ. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇത് 2 തവണ ആ റേഞ്ചിലോട്ട് വന്നിട്ട് റിവേഴ്സലായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു തവണ സ്മോൾ ക്യാപ്പ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ വരുന്ന അടുത്തൊരു മെയിനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,700 എന്നുള്ള റേഞ്ചാണ്. അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ആണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 2% അടുത്താണ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിനേക്കാൾ നമ്മളിപ്പോഴും പറയാറുള്ള പോലെ നിഫ്റ്റിനേക്കാളും കുറച്ച് സ്ട്രോങ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതലേ സ്മോൾ ക്യാപ്പ് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2% അടുത്താണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സ്മോൾ ക്യാപ്പിൽ ഈ ഒരു നല്ലൊരു ഈ റേഞ്ചിൽ തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ സ്മോൾ ക്യാപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഡ് ചെയ്ത ആളുകൾക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തന്നെ കിട്ടാൻ നല്ല സാധ്യത ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 24% മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റിട്ടേൺ ആവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ആഡ് ചെയ്ത ആളുകൾക്കൊക്കെ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ലെൻസ്കാർട്ട് ആണ്. ലെൻസ്കാർട്ട് 536 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, ഒരു ചെറിയൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതൊരു അധികം നാളായിട്ട് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നവംബർ 2025 കഴിഞ്ഞ നവംബറിൽ വന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഏകദേശം ഈ റേഞ്ച് ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിരുന്നു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്ന് കണ്ടോ 1-2 തവണ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും താഴത്തോട്ട് പോയി, ഇപ്പോൾ വീണ്ടും ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. മിക്കവാറും ഇത് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് നോക്കാം. കാരണം ഒരു പ്രഷർ ഇവിടുന്ന് വരുന്നുണ്ട്. ഈ റേഞ്ചിൽ നിന്നൊക്കെ ഉണ്ട്. നല്ലൊരു വോളിയത്തോടുള്ളൊരു ക്യാൻഡിൽ വന്നു. ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇവിടുന്ന് ഉണ്ട് താഴത്ത് നല്ല ഒരു ബൈയിങ് വന്ന് സ്റ്റോക്ക് മേലോട്ട് പോയി. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ക്യാൻഡിൽ അത്ര നല്ലതല്ല. പക്ഷെ ഇന്നത്തെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണ്. പക്ഷേ ഒരു ബൈയിങ് ഇത് വരുന്നുണ്ട് താഴത്ത് നിന്നിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ഒക്കെ വരുന്നത് പറഞ്ഞാൽ 554 എബോവ് ഒക്കെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഈ എൻട്രി എന്ന് പറയുന്നത് പേപ്പറേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ അറിയില്ല അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതായത് പുതുതായിട്ട് വന്ന മാർക്കറ്റിലൊക്കെ വന്ന ആൾക്കൊക്കെ കുറച്ച് യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കാണേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് സ്റ്റോക്കുകളൊക്കെ ഏതാണെന്ന് നോക്കാം.
നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്തിട്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് സ്റ്റോക്കുകളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടുക, മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കുക, ഇതിൻ്റെ എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കൊന്ന് അയച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.